ഹലോ. ഹലോ, അസ്സലാമലൈക്കും. വലൈക്കും സ്ലാം. ഇത് ഞാന് കോഴിക്കോടുന്ന് നോട്ടീസ് കണ്ട് സ്വരാത്തിന്റെ. ഇത് ഇപ്പൊ എന്താണ് ഇതിന്റെ പരിപാടി? ഇങ്ങനെ ഇത് ഞാൻ കൽപ്പഞ്ചേരിന്ന് മെയ്തീനാജിയാണ് വിളിക്കുന്നത്. ആ അപ്പൊ എങ്ങനെയാണ് ഈ സ്വലാത്ത് എത്തിക്കല്? ഞാനും എന്റെ പെണ്ണുങ്ങളും വേറെ കുട്ടികളൊക്കെ പാടെ കുറച്ച് സ്വലാത്ത് ചെല്ലുകയും ചെയ്യും. അത് എങ്ങനെയാണ് ഇതിന്? നമ്മളൊരു ചെറിയ പദ്ധതിയാണ്. അഞ്ചുകൂട്ട് സെലാത്തി നാട്ടിലുള്ള ആളുകൾ ഒരു ലെറ്റർ കൊടുത്തിട്ട് ചെല്ലിക്കാന്നുള്ള. എന്നിട്ടോ സെലാത്തിന്റെ ആളുകളാവാന്നുള്ളതാണ്. ഒരു പ്രത്യേക പരിപാടി ഒന്നുമില്ല. നല്ല കാര്യമാണ് സംഗതി. പക്ഷേ ഇത് എങ്ങനെ 5 കോടി ആയപ്പോ തേഞ്ഞോ? അപ്പൊ ഇതാ സെലാത്ത് ഓരോരുത്തരിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വീടാണ് 1 കോടി ചെല്ലിയ വീടുന്നുണ്ട്. അപ്പൊ നമ്മള് 1,14,500 സ്വലാത്തോടെ ചെല്ലി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് കൊണ്ട് പറഞ്ഞാല് നമ്മളിവിടെ അതിൽ കൂട്ടും. എന്താ ചെയ്യണ്ടി? നിങ്ങൾ വിളിച്ചു പറയേണ്ട ആവശ്യം തന്നെ ഉള്ളു. അത്രേ ഉള്ളൂല്ലേ? അത്രേ ഉള്ളു. ഇതിപ്പോ എങ്ങനെ മദീനത്തേക്ക് എങ്ങനെ എത്തിക്കല്? അത് പറയുമ്പോ നമ്മള് പ്രാർത്ഥനയിൽ അങ്ങനെ ഉൾപ്പെടുത്താന്നല്ലേ ഉള്ളു. വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല, അപ്പൊ ഞമ്മക്ക് തന്നെ ചെല്ലി കണ്ട് അയച്ചാ പോരെ ഇപ്പൊ ഇത്? അങ്ങനെയുണ്ട്. നമ്മളൊരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോ അതിലേക്കായിട്ട് ചില ആളുകൾ ചെല്ലും. നമ്മളല്ലാതെ വിഷയത്തിന് തുടക്കമിടുന്നു. എനിക്കിപ്പോ 77 വയസ്സായി കുട്ടിയാ. ഞാനിപ്പോ ഇതിങ്ങനെ സംഭവം ആദ്യമായിട്ട് കാണുക, അതുകൊണ്ട് വിളിച്ചതാ. അങ്ങനെയുണ്ട്. ഞാൻ 50 കോടി സ്ഥലത്തിന്റെ പരിപാടിയൊക്കെ നമ്മള് കോഴിച്ചന അങ്ങനത്തെ പറഞ്ഞ സ്ഥലത്തേക്ക് നടക്കലുണ്ട്. 50 കോടിയോ? അത് കുറച്ച് ഏറല്ലേ? അതിനൊന്നൊരു കുഴപ്പമില്ല. നമ്മുടെ നാട്ടില് 1 കോടി സ്ഥലത്ത് ചെല്ലും ഒരു വീടുണ്ട്. ഒരു പേർക്കാര് മാത്രം 1 കോടി അല്ലയോ? അങ്ങനുണ്ട്. നല്ല ആൾക്കാരുള്ളവര്. അപ്പൊ ഇതിപ്പോ കാന്തപുരസ്താവിന്റെ നേതൃത്വത്തിലാണ് ഇത് എത്തിക്കുന്നുണ്ട്. അതെ. തന്നെ എന്നാണ് ഇത് പരിപാടി? ഇന്ന് സമാപനം. എന്നാണ് ലാസ്റ്റ്. വന്നാ തിരക്കെടുക്കാന്നുണ്ടായിരുന്നു. കോഴിക്കോട് എവിടെയാപ്പത്? കോഴിക്കോട് കല്ലായി പള്ളിക്കണ്ടി. ശരി. നമ്മള് സംഭാവന എന്തെങ്കിലും തന്നാല് അവള് സ്വീകരിക്കുവോ? സ്വീകരിക്കും. സംഭാവന അങ്ങനെ നേരെ എത്തിക്കുന്നവർക്ക് സ്വീകരിക്കും. അല്ലാണ്ട് പിന്നെ പോയി അങ്ങനെ ഒരു അഡ്രസ് ഒന്നും കീപ്പ് ചെയ്യാനില്ല. ഇപ്പൊ എന്റെ പേരക്കുട്ടി ഗൾഫില് ജോലി കിട്ടിയിട്ട് 1,00,001 റുപ്യ ഒരു സംഭാവന ഉണ്ടായിരുന്നു. അപ്പൊ അതും പാടെ എത്തിച്ചല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പള്ളിക്കണ്ടി കോഴിക്കോട് ബേപ്പൂരിന് കുറച്ചും കൂടി ടൗണിലെത്തിയാൽ കല്ലായി ഉണ്ടല്ലോ. കല്ലായിന്ന് ലെഫ്റ്റിൽ ബീച്ച് ഭാഗത്ത് കുറ്റിച്ചിറ പള്ളിക്കണ്ടി എടുത്താ. അങ്ങനാണ്. അപ്പൊ അവിടെ വന്നാ മതി അല്ലേ? ഇതിപ്പോ ഇന്നിപ്പോ പേപ്പറിൽ വേറൊരു സംഗതി കണ്ടു. എന്തോ ഒരു പാത്രം, നബിന്റെ പാത്രം കിട്ടി പറഞ്ഞിട്ട് ഉസ്താദിനെ. അത് നിങ്ങൾ അറിഞ്ഞില്ല? അതിപ്പോ എന്തിങ്ങനെ പേപ്പറിൽ കണ്ടോ? എന്താ സംഗതി? അത് അന്ന് കഴിഞ്ഞ നമ്മളെ മീനാദ് സമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് വെച്ചാണ്. അവിടെ വെച്ച് കൊടുത്താണ്. ഇത് ആര് കൊടുത്തു? അത് ഷെയ്ഖ് നമ്മളാ മുടി കൊടുത്ത ആളന്നെ അല്ലേ? അതന്നെ. ഇതിപ്പോ മുടിന്റെ വലിയ പ്രശ്നം വലിയ തീർന്നിട്ടില്ലല്ലോ. വലിയ പ്രശ്നമാണ് ഇപ്പൊ. അതിന്റെ ഈ പാത്രം കിട്ടിയാ? കിട്ടി. അതിപ്പോ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ കിട്ടലാണ്. അങ്ങനെ അതിന്റെ കണക്ക്. അല്ലാഹു അക്ബർ. ഉസ്താദിന്റെ ഒക്കെ തന്നെ കിട്ടണ്ടേ? പിന്നെ ഇതിപ്പോ പിന്നെ നമ്മളാ മുടി സൂചിക്കാൻ പള്ളി ഉണ്ടാക്കാൻ തീരുമാനിച്ച അവിടെ തന്നെ പാത്രം വെക്കുക? അതെ, അവിടെ തന്നെ. അപ്പൊ നമ്മള് ഈ മുടിയിട്ട വെള്ളേ അത് ആ പാത്രം കൊണ്ട് കോരി വെച്ചാല് അതിന് വർക്കത്ത് കൂടൂലേ? ഓക്കെ. അപ്പൊ ഞാനെന്നാലും നോക്കട്ടെ. ഞാൻ പറ്റുമെങ്കിൽ വേറെ കുട്ടികളെ ആയിട്ട് കണ്ട് വരാം വൈകുന്നേരം. ഇല്ല ഇതേ ഇനിയിപ്പോ വരാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പൊ നമ്മളത്തെ കാലത്ത് ഈ ചെല്ലിയ സ്ഥലത്ത് ഇതിപ്പോ ഞങ്ങളിവിടെ ചാക്കില് കെട്ടി വെച്ചേക്കാണ്. ഈ സ്വലാത്തൊക്കെ പറഞ്ഞ് ചീഞ്ഞു പോവോ? ഇല്ല, അത് അങ്ങനെ ചെയ്യൂല. അത് ചെയ്യാൻ അത് പറ്റുമോ? ഐസിട്ട് വെച്ചാ മതി. എന്നാ പിന്നെ ചെയ്യൂല. ആയിക്കോട്ടെ. ഇപ്പൊ സംഗതി മനസ്സിലായി. ഇങ്ങൊക്കെ പേരാന്നാന്ന് മനസ്സിലായി ഇപ്പൊ. ഓക്കെ, എന്നാ വെച്ചാ. ശരി. ഓക്കെ.